Fourth question, cos raised to 4 pi by 12 minus sin raised to 4 pi by 12 is equal to. നമുക്ക് കോസ് റേസ് ടു 4 പൈ ബൈ 12 മൈനസ് സൈൻ റേസ് ടു 4 പൈ ബൈ 12ൻ്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കതിന് വേണ്ടിയിട്ട് പൈ ബൈ 12ൻ്റെ വാല്യൂ എക്സ് എന്ന് എടുക്കാം. ഓക്കെ, കോസ് റേസ് ടു 4x മൈനസ് സൈൻ റേസ് ടു 4x എന്നായി. ഈ കോസ് റേസ് ടു 4xനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സൈൻ റേസ് ടു 4xന് അതേപോലെ സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ഇവിടെ എക്ക് പകരം കോസ് സ്ക്വയർ എക്സ് എടുക്കാം, ബിക്ക് പകരം സൈൻ സ്ക്വയർ എക്സ് എടുക്കാം. സോ ഇവിടെ നോക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ പാറ്റേണിൽ തന്നെയാണ് ഇതും ഉള്ളത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഇതിനെ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ഇങ്ങനെ എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ്. സൈൻ സ്ക്വയർ എക്സിന് നമുക്ക് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അതാണ് നമ്മളിവിടെ സൈൻ സ്ക്വയർ എക്സിന് പകരം 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? കോസ് സ്ക്വയർ എക്സ് ഇവിടെ ക്യാൻസൽ ആയിപ്പോയി. 1 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 പ്ലസ് കോസ് സ്ക്വയർ എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1. കോസ് സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ എക്സ് ആണ്. പിന്നെ ഒരു മൈനസ് 1 ഉണ്ട്. ഓക്കെ, നമുക്കറിയാം കോസ് 2 തീറ്റയുടെ വാല്യൂ എന്താ? 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആണ്. സോ ഇവിടെ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ആ ഫോമിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 2x എന്ന് എഴുതാം. സോ കോസ് 2xൻ്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തീറ്റയുടെ വാല്യൂ എന്താ? എക്സിൻ്റെ വാല്യൂ എന്താ? പൈ ബൈ 12 ആണ്. കോസ് 2 ഇൻറ്റു പൈ ബൈ 12, 2 12 ക്യാൻസലായി, കോസ് പൈ ബൈ 6 ആയി. കോസ് പൈ ബൈ 6ൻ്റെ വാല്യൂ ഈക്വൽ ടു √3/2.